പക്ഷിപ്പനി കേരളത്തിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കർഷകരുടെ അവസ്ഥയും ചർച്ച ചെയ്യേണ്ടതാണ്. ആലപ്പുഴയിലെ ബാബു എന്ന താറാവ് കർഷകനിലൂടെ താറാവ് കർഷകരുടെ നിലവിലെ ദുരിത സാഹചര്യം എങ്ങനെയെന്ന് കണ്ടറിയാം. സ്വന്തം രക്തത്തെ പോലെ താറാവുകളെ പരിപാലിക്കുന്ന മനുഷ്യൻ, അതിനനുസരിച്ച് യജമാനനോട് കൂറു പുലർത്തുന്ന മക്കളും. എന്നാൽ പ്രകൃതിയുടെ തീരുമാനം അവരെ അകറ്റാൻ. ഇടവേളയ്ക്ക് ശേഷം പക്ഷിപ്പനി കേരളത്തിൽ വ്യാപകമാകുമ്പോൾ അത് ബാധിക്കുന്ന വിഭാഗം കർഷകർ തന്നെയാണ്. ചത്തടിയുന്നവ, പനിമൂലം കാഴ്ച നഷ്ടപ്പെടുന്നവ, കണ്ണു കാണാതെ ശിരസിട്ടടിയാൻ വിധിച്ച മറ്റനവധി എണ്ണം. ഇവരെ കാണുമ്പോൾ കണ്ടമിടറാതെ ബാബുവിന് സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കളെ മനുഷ്യല്ലേ ഞങ്ങളിത് കണ്ട് സ്വയം ചാകുക. നിങ്ങൾ കണ്ടില്ലേ ഈ പലതും 6-7 പേരാണ് ഇതിനെ ചാകുന്നതിനെ പെറുക്കാനും വയ്യാത്തതിനെയും പെറുക്കാനുമായിട്ട് നടക്കുന്നത്. 90% കണ്ണുപോയി, തലയടിച്ച് ചാകുക. കണ്ണുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ തലയടിച്ചിട്ട് ചാകുക. ഇത്രയും അധികം നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. 30 ലക്ഷം രൂപ കൃഷി വായ്പയായിട്ട് വസ്തു ഇടുമേൽ എടുത്തിട്ടാണ് ഇതിനെ വളർത്തിയത്. ഒരു പൈസ എന്തെന്നില്ല, ഒരു പലിശ ഇളവ് പോലും കിട്ടിയിട്ടില്ല. ഇപ്പോഴും പലിശ അടക്കാഞ്ഞിട്ട് ജപ്തി എന്നും പറഞ്ഞ് ഭീഷണിയിൽ നടക്കും അവർ. താറാവുകളിലൂടെ ചാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരറിഞ്ഞു പോരും. പിന്നെ എങ്ങനെ ഇത് ചെയ്യും, എങ്ങനെ അടയ്ക്കുമെന്നുള്ള ഒരു രീതിയിൽ അവർ നമ്മളെ ഇങ്ങനെ ഓരോ ദിവസവും വിളിയോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമിയിലെ പുഴുക്കളും പുൽക്കൊടികളും ഈച്ചകളുമെല്ലാം ഭൂമിയുടെ അവകാശികളാണ്. അവകാശികളെ സംരക്ഷിക്കുന്ന ബാബുവിനെ പോലെയുള്ള കർഷകർ ദൈവതുല്യരും. ഇപ്പോൾ നമ്മളിവിടെ ഈ സ്ഥലത്ത് വന്നപ്പോൾ തന്നെ തലയടിച്ച് മരിക്കുന്ന താറാവുകളെ നമ്മൾ കണ്ടു. കണ്ണ് കാണാതെ ഈ പനി ബാധിച്ച്. ഇതിൽ നിന്നും സർക്കാരിൽ നിന്നും ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പരാതി ബാബുവിനെ പോലെ നിരവധി കർഷകരും ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.